പിന്നെ ഇവിടെ പഠനം നടത്താൻ നമ്മൾ മന്ത്രിയോട് ഒരുപാട് തവണ അഭ്യർത്ഥിച്ച് പറഞ്ഞതാണ്, നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങളെ മണ്ഡലമാണിത്, ഒന്ന് വന്ന് ഞങ്ങളെ ജനങ്ങളെ പ്രശ്നങ്ങളൊന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്ന് നിരന്തരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാനോ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടുന്ന് ഒരു തരി മണൽ ഇവിടുന്ന് ഇനി കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നിട്ടേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം കളക്ടർ ചേംബറിൽ നടത്തിയ മീറ്റിങ്ങിൽ അവരെല്ലാവരും ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ വികസനത്തിന് എതിരാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ അവസാനമായിട്ടുണ്ടായത്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബീച്ച് അത്രയും മനോഹരമായ ബീച്ചാണ്. ഈ എലത്തൂർ ബീച്ച് തന്നെയാണ് അറിയപ്പെടുന്നത്. അത് ഇപ്പം 4x4 ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബീച്ച് ഇപ്പം ടൂറിസ്റ്റ് ആളുകൾ വന്നു തുടങ്ങിയതിന് ശേഷം 4x4 ബീച്ചായിട്ടുണ്ട് ഈ ബീച്ച് നിലവിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ എലത്തൂർ ഭാഗത്തുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസം വളർത്തിക്കൊണ്ടുവരാനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കളക്ടർ ചേംബറിൽ നടത്തിയ മീറ്റിങ്ങിൽ അവരെല്ലാവരും ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ വികസനത്തിന് എതിരാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ അവസാനമായിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വികസനത്തിന് ഒരിക്കലും ഈ നാട്ടുകാരും എതിരല്ല. കാരണം ഒരു സർക്കാരോ ഒരു സംവിധാനങ്ങളോ ഇല്ലാതെ സ്വയം നാട്ടുകാരും കൂടാതെ മറ്റു ക്ലബ്ബുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ സാൻഡി ട്രാക്ക് ചാലഞ്ച് പോലത്തെ ഒരുപാട് പരിപാടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വികസനത്തിന് വേണ്ടി നമ്മൾ സ്വയം ചെയ്ത സംഗതികളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയെ വികസനത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മണൽക്കൊള്ളക്കാരന് വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ നിന്നും സർക്കാരും ഉദ്യോഗസ്ഥരും പിന്മാറണമെന്നും ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടുന്ന് ഒരു തരി മണൽ ഇവിടുന്ന് ഇനി കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നിട്ടേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ വികസനം എന്ന് പറയുന്നത് കോരപ്പോയിലെ ചളി എടുത്തുകൊണ്ട് അതൊരു വികസനമാവുന്നില്ല. അത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കയം കൂട്ടുന്ന ഒരു സംവിധാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇതുകൊണ്ട് ഈ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലും ഉപകാരമില്ല. അത് കരുതിയിട്ട് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല. ചളി എടുത്തോട്ടെ, കുഴപ്പമില്ല. ഇവിടുന്ന് ചളിയുടെ പേര് പറഞ്ഞുകൊണ്ട് മണലാണ് ഊറ്റിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഡ്രഡ്ജ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് തെക്ക് ഭാഗത്തേക്ക് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ 40ഓളം മീറ്റർ കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കരയിൽ നിന്ന് കൊണ്ട് എടുത്തു പോയ മണലല്ല, ഈ ഭാഗം തന്നെ ഡ്രഡ്ജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കര തെക്ക് ഭാഗത്തു നിന്ന് 40 മീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഡ്രഡ്ജ് ചെയ്ത ചളിയും മണലും കരയിൽ നിക്ഷേപിച്ചിട്ട് ആ നിക്ഷേപിച്ച സ്ഥലത്തു നിന്നും കൂടിയുള്ള മണലും കൂടിയും കുഴിച്ചെടുത്ത് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ഇത് സർക്കാർ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പഠനം നടത്തിയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ചളിയുള്ള ഭാഗത്തല്ല ഡ്രഡ്ജിങ് നടക്കുന്ന ഒരു പ്രശ്നം. ചളിയുള്ള ഭാഗത്തല്ല ഡ്രഡ്ജിങ് നടത്താൻ ആവശ്യപ്പെട്ട ഭാഗവും അനുമതി നൽകിയ ഭാഗത്തും ഇതുവരെ ഡ്രഡ്ജിങ് നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആർക്കും നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ പഠനം നടത്താൻ നമ്മൾ മന്ത്രിയോട് ഒരുപാട് തവണ അഭ്യർത്ഥിച്ച് പറഞ്ഞതാണ്, നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങളെ മണ്ഡലമാണിത്, ഒന്ന് വന്ന് ഞങ്ങളെ ജനങ്ങളെ പ്രശ്നങ്ങളൊന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്ന് നിരന്തരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാനോ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. മന്ത്രി ശശീന്ദ്രൻ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഈ ചളി അനുബന്ധിച്ചിട്ട് ഈ ചളി കംപ്ലീറ്റ് ഇവിടുന്ന് ഒരു 3 മീറ്ററോളം ബാക്കോട്ട്, അതായത് കിഴക്ക് ഭാഗത്തേക്ക് തോടുകൾ പോകുന്നുണ്ട്. ഈ തോടുകൾ റൈറ്റും ലെഫ്റ്റായിട്ട് 100-200 മീറ്റർ റൈറ്റും ലെഫ്റ്റൊക്കെ പോകുന്ന ഒരു തോടാണ്. ഈ തോടുകൾ പൂർണ്ണമായിട്ടും സ്തംഭിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരു 4 മാസം മുമ്പ്. അങ്ങനെ ഒരു മാസത്തോളം ഇവിടെ കൊതുകിൻ്റെ ശല്യം രൂക്ഷമായിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കാനോ അത്രയും പ്രയാസപ്പെട്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഒരുപാട് മീഡിയകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തൊരു വിഷയമാണ്, സത്യാവസ്ഥയാണ്. ആ സമയത്ത് പോലും നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് മണൽ കൊണ്ടുപോകുന്നുണ്ട്, ചളി ഇവിടെ തന്നെ നിക്ഷേപിക്കുകയാണ്, ഇതിൻ്റെ കാരണത്താലാണ് ഈ കൊതുക് ശല്യം രൂക്ഷമായത്. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് നിങ്ങളിവിടെ വന്നുകൊണ്ട് അതിന് വേണ്ടി പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് നമുക്കൊരു വിയോജിപ്പാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സമരസമിതി മുന്നോട്ട് എങ്ങനെ കാണുന്നു പ്രവർത്തനം? സമരസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിലവിൽ ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഈ കണ്ണങ്കടവ്, എലത്തൂർ, അയ്ക്കൽ, മാട്ടുവിന് ഓരോ ഭാഗങ്ങളുണ്ട്. ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരും ഒത്തൊരുമിച്ച് കൊണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് നമ്മൾ വലിയൊരു ജനകീയ പ്രക്ഷോഭം, ഒരു സമരത്തിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവുന്നതാണ്.
ഈ പരിപാടി നിർത്തിവെക്കുന്നത് ഡ്രഡ്ജിങ് നിർത്തിവെക്കുന്ന പറഞ്ഞാൽ എത്ര ദിവസത്തേക്കാണ്? ഇത് 7 ദിവസത്തിനുള്ളിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മന്ത്രി ഈ ഭാഗത്തുള്ള തീരദേശ ഭാഗത്തുള്ള പള്ളി അമ്പല കമ്മിറ്റി ഭാരവാഹികളെയും നമ്മളെ നിലവിലുള്ള എലത്തൂർ കണ്ണങ്ങാട് സംരക്ഷണ സമിതിയുടെ ഒഫീഷ്യൽ ആളുകളെയും കൂട്ടിക്കൊണ്ട് തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഈ പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. താങ്ക് യു.